ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് കമ്മീഷണറുമായിരുന്ന എൻ വാസുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് പത്തനംതിട്ട റാന്നി കോടതിയിൽ എൻ വാസുവിനെ ഹാജരാക്കി. വിവരങ്ങളുമായി പ്രസാദ് MJ ചേരുന്നു. പ്രസാദ്, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? എൻ വാസുവിനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകൾ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിട്ടുണ്ട്. അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ സുപ്രധാനമാണ്. മഹസറിൽ സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് എൻ വാസുവിന്റെ അറിവോടെയായിരുന്നു എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് അന്വേഷണ സംഘം എത്തിയിരുന്നു. നേരത്തെ ഒരു ചോദ്യം ചെയ്യൽ കഴിഞ്ഞതാണ്. ആ സമയത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നില്ല. അതിനുശേഷം വലിയ ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ തന്നെ ഉയർന്നിരുന്നു. രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നു എൻ വാസുവിന്. എന്നാൽ അതിനൊരു സാവകാശം വേണമെന്നുള്ളൊരു ആവശ്യം എൻ വാസു തിരിച്ച് ഉന്നയിച്ച ഘട്ടമെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന് പിന്നാലെയാണ് ഇപ്പോൾ എൻ വാസുവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി നിലവിൽ പത്തനംതിട്ട കോടതിയിൽ എൻ വാസുവിനെ ഹാജരാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. കേസിൽ ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ അറസ്റ്റിലാകുന്ന ആദ്യ ഉന്നതനാണ് എൻ വാസു എന്നുള്ളത്. പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കി നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പ്രസാദ് MJ ഉണ്ട്. പ്രസാദ് MJയിലേക്ക് നമുക്ക് അല്പസമയത്തിനകം എത്താം. ഫൈസൽ അസീസ് വിവരങ്ങളുമായി ചേരുന്നു. ഫൈസൽ, കോടതിയിൽ ഹാജരാക്കി പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? കാളിദാസൻ, അതുതന്നെയാണ്. ശബരിമല കട്ടിളപ്പാളി കേസിലാണ് ഇപ്പോൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മുൻ ദേവസ്വം കമ്മീഷണറുമായിരുന്ന ഈ എൻ വാസുവിനെ ഇപ്പോൾ പത്തനംതിട്ട ഇന്ന് വൈകുന്നേരത്തോടു കൂടി അറസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തെ ഇപ്പോൾ പത്തനംതിട്ട കോടതിയിൽ പത്തനംതിട്ട കോടതിയിലാണ് ഹാജരാക്കിയിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യമാണ് ഇനി അറിയേണ്ടത്. റിമാൻഡിലാക്കുമോ അല്ലെങ്കിൽ എന്തായിരിക്കും ഇനി നടപടി എന്നാണ് ഇനി അറിയേണ്ടത്. ഇപ്പോഴാണ് അദ്ദേഹത്തെ അല്പസമയം മുമ്പാണ് ഇപ്പോൾ പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണപ്പാളി കേസിലെ ഒരു ഉന്നത അറസ്റ്റ് തന്നെ, നിർണായകമായ ഉന്നതൻ്റെ അറസ്റ്റ് തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഈ എൻ വാസുവുമായി ബന്ധപ്പെട്ട് എൻ വാസുവിൻ്റെ PA നേരത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വിഷയത്തിൽ എൻ വാസുവിനെ SIT ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തെ പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതിനുശേഷം എന്തായിരിക്കും നടപടി എന്നാണ് ഇനി അറിയേണ്ടത്. റിമാൻഡിൽ ചെയ്യുമോ അതോ എന്തായിരിക്കും ഇനി കോടതിയുടെ ഉത്തരവ്, അല്ലെങ്കിൽ എന്തായിരിക്കും കോടതിയുടെ ഈ വിഷയത്തിലുള്ള ഉത്തരവ് എന്നാണ് ഇനി അറിയേണ്ടത്. ഈ ഈ കട്ടിളപ്പാളി സ്വർണം പൂശിയ കട്ടിളപ്പാളി ചെമ്പെന്ന് രേഖപ്പെടുത്താൻ നിർദ്ദേശിച്ചത് ഈ എൻ വാസു ആണെന്നാണ് SITയുടെ പ്രധാനപ്പെട്ട കണ്ടെത്തലെന്ന് പറയുന്നത്. ആ വിഷയത്തിലാണ് ഇപ്പോൾ ആ ഒരു ഗൂഢാലോചന വിഷയവും അതുപോലെ ആ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ എൻ വാസുവിനെ SIT അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തെ ഇപ്പോൾ പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കി. ഇനി എന്തായിരിക്കും, റിമാൻഡ് ചെയ്യുമോ അതോ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുമോ എന്നുള്ളൊരു കാര്യമാണ് ഇനി അറിയേണ്ടത്. കാളിദാസൻ. ശരി, ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ എൻ വാസുവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ പത്തനംതിട്ട കോടതിയിൽ എൻ വാസുവിനെ ഹാജരാക്കിയിരിക്കുന്നു. റിമാൻഡിലേക്കാണോ കസ്റ്റഡിയിലേക്കാണോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്.